തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ശസ്ത്രക്രിയാ ഉപകരണങ്ങളുടെ അപാകത തുറന്നു കാട്ടിയ ഡോക്ടർ ഹാരിസ് ചിറക്കലിനെതിരെ നടപടിക്കൊരുങ്ങി ആരോഗ്യവകുപ്പ്. ഡോക്ടറുടെ പോസ്റ്റിടാനുണ്ടായ സാഹചര്യം വിശദീകരിക്കാൻ ആവശ്യപ്പെടും. ഡോക്ടറുടെ രാഷ്ട്രീയ പശ്ചാത്തലം പരിശോധിക്കാനും ആരോഗ്യവകുപ്പ് നടപടി തുടങ്ങി. വിശദീകരണം തൃപ്തികരമല്ലെങ്കിൽ ഡോക്ടർക്കെതിരെ കടുത്ത നടപടി സ്വീകരിക്കാനാണ് തീരുമാനം. അഖിൽ പാലോട്ട് മഠം ചേരുന്ന വിവരങ്ങളുമായി. അഖിൽ, ചില കാര്യങ്ങൾ തുറന്നു പറഞ്ഞു എന്നുള്ളതാണ് ഡോക്ടർ ചെയ്തത്. ഇപ്പോൾ ഈ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ ശസ്ത്രക്രിയാ ഉപകരണങ്ങളുടെ അപാകതകളെല്ലാം വ്യക്തമാക്കുകയായിരുന്നു അദ്ദേഹം. എന്താണ് ആരോഗ്യവകുപ്പ് എടുത്തിരിക്കുന്ന തീരുമാനം? ഈ രാഷ്ട്രീയ പശ്ചാത്തലമൊക്കെ എന്തിനാണ്? വീണ, സംസ്ഥാനത്തെ ആരോഗ്യവകുപ്പ് നമ്പർ 1 ആണ് എന്ന് ആവർത്തിച്ച് സർക്കാരും ആരോഗ്യവകുപ്പ് മന്ത്രിയും പറയുന്നതിനിടയിലാണ് സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകളിൽ പോലും ശസ്ത്രക്രിയ നടത്തുന്നതിലേക്ക് വേണ്ട ഉപകരണങ്ങളും ശസ്ത്രക്രിയ നടത്തേണ്ട സംവിധാനങ്ങളും ഇല്ല എന്ന ഒരു പ്രധാനപ്പെട്ട സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജിൻ്റെ മേധാവി തന്നെ, ഒരു വിഭാഗത്തിൻ്റെ HOD തന്നെ തുറന്നു പറയുന്നു. ആ പരാതി പലതവണ DMOയ്ക്കും അതുപോലെ തന്നെ സംസ്ഥാനത്തെ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരുടെ മുമ്പിലും പറഞ്ഞിട്ട് അതിലൊരു നടപടിയും ഇല്ലാതെ വരുമ്പോഴാണ് അദ്ദേഹം നവമാധ്യമത്തിൽ തുറന്നെഴുതാൻ, അതായത് ശസ്ത്രക്രിയ മുടങ്ങിയതിനെ തുടർന്ന് രോഗികളുടെ ബന്ധുക്കളിൽ നിന്നുണ്ടായ അനുഭവത്തെ തുറന്നെഴുതാൻ തയ്യാറായത്. പക്ഷേ അത് വലിയ രീതിയിലാണ് സർക്കാരിന് ഇപ്പോൾ നാണക്കേടുണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പശ്ചാത്തലം കണക്കിലെടുത്ത് അദ്ദേഹത്തിനെതിരെ ഒരു വകുപ്പ് തല നടപടിക്ക് വേണ്ടി ഇപ്പോൾ സർക്കാർ മുൻകൈയെടുക്കുന്നത്. അദ്ദേഹത്തിൻ്റെ അതോട് വിശദീകരണം ചോദിക്കുകയും ആ വിശദീകരണം തൃപ്തികരമല്ല എങ്കിൽ അദ്ദേഹത്തിനെതിരെ നടപടി സ്വീകരിക്കുവാനുമാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പ് തീരുമാനമെടുത്തിരിക്കുന്നത്. ന്യൂറോളജി വിഭാഗത്തിൻ്റെ മേധാവിയായിട്ടുള്ള ഹാരിസ് ചിറക്കലാണ് കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ ന്യൂറോ സംബന്ധമായ രോഗങ്ങളുടെ ശസ്ത്രക്രിയ നടത്തുന്നതിലേക്ക് വേണ്ട ഉപകരണങ്ങൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഇല്ല, ആ ശസ്ത്രക്രിയ നടത്തേണ്ട സംവിധാനങ്ങളൊന്നും തന്നെ ഇല്ല എന്നുള്ള തരത്തിലുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ആ പോസ്റ്റ് തുടർന്നുണ്ടായ ഒരു വകുപ്പ് തല നടപടിക്കാണ് അദ്ദേഹം ഇപ്പോൾ നിലവിൽ സർക്കാർ തീരുമാനമെടുത്തിരിക്കുന്നത്, ആരോഗ്യവകുപ്പ് തീരുമാനമെടുത്തിരിക്കുന്നത്. അദ്ദേഹത്തോട് ഇന്ന് തന്നെ വിശദീകരണം ചോദിക്കാൻ വേണ്ടി DME, അതായത് ഡിസ്ട്രിക്ട് മെഡിക്കൽ ഓഫീസർ തീരുമാനമെടുത്തിട്ടുണ്ട്. ആ മെഡിക്കൽ ഓഫീസറുടെ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ആരോഗ്യവകുപ്പ് അദ്ദേഹത്തിനെതിരെ നടപടി സ്വീകരിക്കുക. വീണ. ഓക്കെ, ശരി അഖിൽ. ഏതായാലും ഈ വിശദീകരണം ഇപ്പോൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ വിശദീകരണം ലഭിച്ചതിന് ശേഷമായിരിക്കും മറ്റ് നടപടികളിലേക്കൊക്കെ കടക്കുക എന്നാണ് അഖിൽ റിപ്പോർട്ട് ചെയ്യുന്നത്.